ഞാൻ എങ്ങടെ ഈ ഓടിപ്പാഞ്ഞ് പോണേന്ന് നിങ്ങൾ വിചാരിക്കും. തറവാട്ടിലോട്ടുള്ള പോക്കാണ് മക്കളെ. അനിയത്തിയാർ വിളിച്ച് പറഞ്ഞു അടുത്ത മഴ പെയ്യുമ്പോഴേക്കും മേരി ചേച്ചി നമുക്ക് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാം, വേഗം വായോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ മക്കളെയും കൂട്ടി തറവാട്ടിലോട്ട് സ്റ്റാൻഡ് വിട്ടു. അപ്പോഴേക്കും അനിയത്തിയാർ അവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും പറഞ്ഞു വാ മഴ പെയ്യുമ്പോഴേക്കും നമുക്ക് വേഗം തോട്ടി അന്വേഷിക്കാമെന്ന് പറഞ്ഞു. കാരണം തോട്ടി ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിക്കും, ഓരോ ദിവസം ചക്കയും മാങ്ങയൊക്കെ പറിച്ചിട്ട്. അപ്പോൾ കൺവട്ടത്ത് തന്നെ ഉണ്ടാവും, വീടിൻ്റെ ചുറ്റുവശത്ത് തന്നെ ഉണ്ടാവും തോട്ടിയൊക്കെ. അനിയൻ എപ്പോഴും പറയും തോട്ടി നിങ്ങൾ എടുത്ത് വെച്ചോളൂ എന്ന്, പിന്നെ വേറെ ആൾ കിടന്ന് തപ്പി നടക്കണ്ടല്ലോ. അപ്പോൾ അനിയൻ എപ്പോഴും പറഞ്ഞാലും ഞങ്ങൾ ചിലപ്പോൾ മറന്നിട്ട് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവയ്ക്കും. തോട്ടിയൊക്കെ നാശമായി, കുറേ ചക്കി മാങ്ങിയായി വലിച്ചിട്ട് തരുന്നു, ഒരെണ്ണം ശരിയാക്കേണ്ടി വരും. അതേപോലെ ഈ തോട്ടിയുടെ കോലം. അപ്പോൾ ചക്കയൊക്കെ ഇട്ട് ഞങ്ങൾ കുറേ പേര് നന്നാക്കാനുള്ള കാരണം രക്ഷപ്പെട്ടു. നന്നാക്കാനും ആൾക്കാരുണ്ട്, വെക്കാനും ആൾക്കാരുണ്ട്. ഞങ്ങൾ തന്നെയായിട്ട് ഉദ്ദേശിച്ചത്, കഴിക്കാനും ഞങ്ങൾ ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങളുടെ തറവാട്ടിലെ കിച്ചണിലാണ് ഇതൊക്കെ ചെയ്യേണ്ടായിരുന്നത് കേട്ടോ. കുറച്ച് പഴക്കേറിയ തറവാടാണ്, പഴക്കേറിയ കിച്ചണാണ്. മിക്സിക്കും കുറച്ച് പഴക്കേറിയ കാരണം തിരിയണില്ല മിക്സി. അപ്പോൾ ഞങ്ങൾ 2 മിക്സിയുടെ ജാറിലായിട്ട് അടിച്ചെടുത്തു കേട്ടോ. എങ്ങനെയോ അടിച്ചെടുത്തു ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു നമുക്കിന്ന് മീൻകറിയും കൂടിയും വെക്കാം, അല്ലെങ്കിൽ ചമ്മന്തി ഉണ്ടാക്കാൻ ചക്കപ്പുഴുക്ക് ചോദിച്ചു. പക്ഷെ നല്ല മഴ പുറത്ത്, മീൻ വാങ്ങിക്കാൻ പോകാൻ പറ്റില്ല ഇതിൻ്റെ ഇടയിൽ. അപ്പം ഞങ്ങൾ നല്ല ചമ്മന്തി ഉണ്ടാക്കി കേട്ടോ. അതിൻ്റെ ഇടയിൽ അനിയൻ്റെ കൊച്ചിനെ ട്യൂഷന് കൊണ്ടാക്കാൻ പോയി. അപ്പോൾ എനിക്ക് നല്ല മഴ കിട്ടി, ഞാൻ മഴയത്ത് നനഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ചൂട് ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടാണ്. അപ്പോഴേക്കും ഉച്ച തിരിഞ്ഞു കേട്ടോ. ഉച്ചക്കലത്തെ ഭക്ഷണം കുട്ടികൾ കഴിച്ചിട്ടില്ല, കുറച്ച് നേരം വൈകി. അപ്പോൾ നല്ല കട്ടൻ ചായയും നല്ല ചൂട് പുഴുക്കും. ആഹാ, നല്ല പുറത്ത് നല്ല മഴയൊന്ന് തോർന്നു ഞങ്ങളിത് കഴിക്കണ സമയമായപ്പോഴേക്കും. അപ്പം ഞങ്ങൾക്ക് നല്ല സന്തോഷമായി. ഞങ്ങൾ ഇല വെടുപ്പാക്കി ഇട്ടത് തന്നെ ഓർമ്മയുള്ളൂ. പിന്നെ ആ ഇല വെടുപ്പായതാണ് ഞങ്ങൾ കാണുന്നത്. അതിൻ്റെ ഒരു സന്തോഷമാണ് ഞങ്ങളുടെ മുഖത്ത് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ, നാളെ കാണാം കേട്ടോ.